നമസ്കാരം. എൻ്റെ ഈ രീതിയിലുള്ളൊരു ജീവിതം ഇനി എത്ര കാലം എന്ന് ഉറപ്പിച്ചു പറയാനാവില്ല. എങ്കിലും ഒരു കാലയളവ് ഞാൻ വിധിച്ചു വച്ചിട്ടുണ്ട്. 2024 വരെ. 2024 മെയ്യിൽ അടുത്ത ഇലക്ഷൻ വരികയാണ്. ഇലക്ഷൻ കഴിഞ്ഞിട്ട് തീരുമാനിക്കാം. അതിനുശേഷമുള്ള ജീവിതം എങ്ങനെയായിരിക്കണം എന്നുള്ളത് അപ്പം തീരുമാനിക്കാം എന്നാണ് ഇപ്പോൾ ഞാൻ തീരുമാനിച്ചു വച്ചിട്ടുള്ളത്. ഞാനിത് പറയുമ്പോൾ എനിക്കുള്ളിൽ യാതൊരു വിഷമവുമില്ല. കാരണം ഒരു ജീവിതം കൊണ്ട് എനിക്ക് ചെയ്യാവുന്ന നോക്കി ഞാൻ ചെയ്തിട്ടുണ്ട്. എൻ്റെ ജീവിതം ഞാൻ തപമാക്കി മാറ്റിയത് വാസ്തവത്തിൽ എൻ്റെ മിത്രങ്ങൾക്ക് വേണ്ടിയിട്ടല്ല, എൻ്റെ ശത്രുക്കൾക്ക് വേണ്ടിയിട്ടാണ്. അങ്ങനെ വേണ്ടി വന്നു. ആ കഥയ്ക്ക് നിങ്ങൾക്കറിയാം. എൻ്റെ കുടുംബക്കാരും ഞാൻ ആരോട് ചേർന്ന് നിൽക്കണമോ, ആരെന്നോട് ചേർന്ന് നിൽക്കണമോ അവരെല്ലാവരും എന്നെ ദ്രോഹിച്ചതും പാതാളത്തിലേക്ക് ചവിട്ടി താഴ്ത്തിയായിട്ടുള്ള കഥകളൊക്കെ നിങ്ങൾക്ക് കാണാപ്പാടമാണ്. അന്ന് ഇതെല്ലാം കുട പിടിച്ചു നിന്നത് എൻ്റെ പരമശത്രുവായിട്ടുള്ളൊരുത്തൻ, ഒരു വല്യച്ഛൻ. അവൻ RSSകാരനായിരുന്നു. അവൻ ചത്തുപോയി. ഇന്ന് പല ആളുകളും ഒരു കാലത്ത് കേരളത്തിൻ്റെ BJPയുടെ അത്യുന്നത പദവിയിലിരിക്കുകയും ഇന്നിപ്പോൾ ആർക്കും വേണ്ടാതെ BJPയുടെ അടുക്കളപ്പുറത്ത് വിറക് വെട്ടാനോ വെള്ളം കോരാനോ ഉള്ള ജോലി പോലും ഏറ്റെടുക്കാനാവാതെ ഒരുത്തനുണ്ട്. അവരൊക്കെയും ഇതിൻ്റെ പുറകിൽ എന്നെ ദ്രോഹിച്ചവരാണ്. സാമ്പത്തികത്തിന് വേണ്ടിയിട്ടാണ്. ഞാൻ വിജയിച്ചു കഴിഞ്ഞാൽ എൻ്റെ ചുറ്റുമുള്ള ആളുകൾക്കും ഒരു വീര്യം ചെറുതായ രീതിയിൽ പകർന്നു കിട്ടാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് എന്നെ ചവിട്ടി അരച്ചത്. ആ കഥകളെങ്കിൽ നിങ്ങൾക്കറിയാം. അന്ന് മുതൽ തുടങ്ങിയതാണ് എൻ്റെ പക വാസ്തവത്തിൽ. കാരണം നമുക്ക് ജീവിതത്തിൽ ഒരു ദേവതയെ പ്രത്യക്ഷപ്പെടുത്താൻ പറ്റുള്ളൂ. എൻ്റെ ദേവത, അതിനൊരു പേരൊന്നിട്ട് വിളിക്കാൻ കഴിയില്ല. വേണമെങ്കിൽ നിങ്ങളൊരു പേരിട്ട് വിളിച്ചോളൂ. പ്രതികാര ദേവത ആണെന്ന് വേണമെങ്കിൽ പേരിട്ട് വിളിച്ചോളൂ. എൻ്റെ നെഞ്ചിൽ വീണ് നെരിപ്പോടുമായിട്ട് അനവധി കാലം ഞാൻ തെണ്ടിത്തിരിഞ്ഞു നടന്നു. കോഴിക്കോടുള്ള തൃശ്ശൂരും പാലക്കാടൊക്കെയുള്ള ബസ് സ്റ്റാൻഡിൽ കിടന്നു തുടങ്ങിയിട്ടുണ്ട് കുറേ കാലം. പലപ്പോഴും ഇവിടെ ഇപ്പോൾ ഒരു ചെറിയൊരു കാലയളവ് കൊണ്ട് എൻ്റെ നെഞ്ചിൽ തീ കോരിയിട്ട് എന്നെ പാതാളത്തേക്ക് ചവിട്ടി താഴ്ത്തി എന്നെ ഭസ്മമാക്കി കളഞ്ഞു എന്ന് സമാശ്വസിക്കുന്ന ആളുകൾക്ക്, സന്തോഷിക്കുന്ന ആളുകൾക്ക് ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി വയ്ക്കാൻ എനിക്ക് കഴിഞ്ഞു. കാരണം ഇന്ന് ഞാൻ ജീവിക്കുന്നത് നല്ല വെള്ളപൂശിയെ, കണ്ടോ, നല്ല വെള്ളപൂശിയെ ചുമരുകൾക്കകത്താണ്. നല്ല വീടാണ്. എൻ്റെ വാക്കുകൾക്കിന്ന് അർത്ഥവും ആഭിയാത്യവും കൽപ്പിക്കുന്ന ആൾക്കാർ ഇപ്പുറത്തുണ്ട്. എന്നെ സ്നേഹിക്കുന്ന ലക്ഷക്കണക്കിന് ആളുകൾ എനിക്കുന്നുണ്ട്. ഞാൻ ഇന്നിവിടെ മരിച്ചു വീണ് കഴിഞ്ഞാൽ അയ്യോ പാവം സ്വാമി മരിച്ചു കേട്ടോ എന്ന് പറയാൻ ആൾക്കാരിവിടെ ഉണ്ട്. ഇതാണ് എൻ്റെ വിജയം, എൻ്റെ ദിഗ്വിജയം. അതാണ് വാസ്തവത്തിൽ. അന്ത്യപ്രവാചകനായിട്ടുള്ള മുത്തുനബി
മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം കഴിഞ്ഞു വന്ന് മക്ക വിജയം നേടിയെടുത്തല്ലോ. ഞാൻ അതൊക്കെ ഓർക്കുന്നത്. മക്ക വിജയം പോലെയാണ് എൻ്റെ വിജയം എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ ആരൊക്കെയാണോ നമ്മളെ കരിച്ചു കളയാൻ ഇഷ്ടപ്പെട്ടത്, കരിച്ചു കളഞ്ഞത്, ആ ഭസ്മത്തിൽ നിന്ന്, ചാരത്തിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റ് പുറത്തേക്ക് വരാനും അവരുടെ മുഖത്ത് നോക്കി അട്ടഹസിക്കാനും എനിക്ക് കഴിഞ്ഞു എന്നുള്ള വലിയ കാര്യമാണ്. പക്ഷേ അതിനുവേണ്ടി ഒരുപാട് ഞാൻ റിസ്ക് എടുത്തിട്ടുണ്ട്. ഞാൻ രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് എവിടെയാണെങ്കിലും, ഇന്നിപ്പോൾ ഇവിടെയാണെങ്കിലും, എഴുന്നേൽക്കുന്ന സമയത്ത് മുഴുവൻ ഞാൻ ചുറ്റുമൊന്ന് നോക്കും. ഏത് സമയത്തും എന്തും സംഭവിക്കാം എന്നുള്ളൊരു ധാരണയോടുകൂടി മാത്രമേ ഇന്നെനിക്ക് കിടന്നുറങ്ങാൻ കഴിയുന്നുള്ളൂ. എനിക്ക് 66 വയസ്സായി, കിടന്നുറങ്ങാൻ കഴിയുന്നുള്ളൂ. സംഘപരിവാറിനെ പേടിച്ചിട്ടാണ്, അങ്ങനെയാണ്. പിന്നെ ഇപ്പോഴത്തെ ഒരു ധൈര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇനി ഇവിടെ വെച്ച് ഞാൻ ഇല്ലാതായി പോയി കഴിഞ്ഞാലും മുമ്പ് പറഞ്ഞ പോലെ 10 ആൾ ചുറ്റും കൂടി നിന്ന് അല്ലെങ്കിൽ അപ്പുറത്തെ എവിടെയിൽ നിന്ന് അയ്യോ പാവം സ്വാമി എന്ന് പറയാവുന്ന ഒരു സാഹചര്യം. അതായത് ഇയാളിന്ന് ജീവിച്ചിരിപ്പുണ്ടോ എന്ന് ചോദിച്ചാൽ ആർക്കറിയാം? എവിടെ ഇവിടെ ചത്തിട്ടുണ്ടോയെന്നറിയില്ല, ജീവിച്ചിരിക്കണ്ടോയെന്നറിയില്ല. ഇനി വല്ലയിടത്തും പോയിട്ട് വല്ല ആന്ധ്രയിലും പോയിട്ട് വല്ല തെലുങ്കത്തിലും കല്യാണം കഴിച്ച് കുട്ടികളും പ്രാരാബ്ദമായിട്ട് കഴിഞ്ഞോ അറിയില്ല എന്നൊരവസ്ഥ എൻ്റെ ശത്രുക്കൾക്കും സംഘപരിവാറിനെ ഉൾക്കൊള്ളുന്ന ആളുകൾക്കും അത് വരുത്തി വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. എൻ്റെ ജീവിതം എസ്റ്റാബ്ലിഷ്ഡ് ജീവിതമാണ് എൻ്റെ. ഞാൻ തിരഞ്ഞെടുത്ത വഴി അങ്ങനൊരു വഴിയായിരുന്നു. കാരണം പരസ്യമായിട്ടുള്ള പ്രബോധനം, ഗീതാജ്ഞാന യജ്ഞങ്ങൾ, നിത്യാധികാരികൾ. എന്നിട്ടും എന്നെക്കുറിച്ച് ഒരുപാട് അപഖ്യാതികൾ. ഇവർക്ക് അതാണല്ലോ ഇവരുടെ കൈമുതൽ, അത് മാത്രമാണല്ലോ, വേറൊന്നും ഇവർക്ക് ചെയ്യാൻ കഴിയില്ലല്ലോ. ഞാനിവിടെ പറഞ്ഞു വരുന്ന കാര്യം, ഇതിൻ്റെ ഇടയിൽ എന്നെ കുത്തി നോവിപ്പിക്കുന്ന, എൻ്റെ നെഞ്ചിൽ കുത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുണ്ട്. ഞാൻ എൻ്റെ സുഹൃത്തുക്കൾ എന്ന് കരുതുന്ന ആൾക്കാർ തന്നെയാണ്. ഇതിടുന്ന കമൻറ്റുകൾ കാണാം. പലരും ഇങ്ങനെ എഴുതാറുണ്ട്, ഞാൻ ദുബായിലാണ്, എൻ്റെ മുറിയിൽ ഹിന്ദുക്കളുണ്ട്, ക്രിസ്ത്യാനികളുണ്ട്, അവർ നല്ലവരാണ്, ഞങ്ങൾ ഒരു പാത്രത്തിൽ നിന്നാണ് ആഹാരം കഴിക്കുന്നത്, കെട്ടിപ്പിടിച്ച് ഉമ്മ വെച്ചിട്ടാണ് കിടന്ന് ഉറങ്ങാറുള്ളതെന്നൊക്കെ അവർ പറയാറുണ്ട്. അതായത് ഞാനൊരു ഹിന്ദു വിരോധിയാണെന്ന് ഉള്ളൊരു തോന്നൽ പടർത്താൻ വേണ്ടിയിട്ടാണോ അതോ ഇവർക്ക് തോന്നിയതുകൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. 1000 തവണ പറഞ്ഞാലും ഞാൻ ഹിന്ദു വിരോധിയല്ല, ഞാൻ ഉപനിഷത്ത് വിരോധിയല്ല, ഞാൻ ഗീതാ വിരോധിയല്ല, ഞാൻ പുരാണങ്ങൾ വിരോധിയല്ല, ഞാൻ ഹിന്ദുത്വ വിരോധിയാണ്. ഇതെത്ര പറഞ്ഞാലും ചില മുസ്ലിം സുഹൃത്തുക്കൾ അടക്കമുള്ള ആളുകൾ സ്വാമി ഹിന്ദുക്കളെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്, സ്വാമി ഹിന്ദുമതത്തെ ഇങ്ങനെ അധിക്ഷേപിക്കരുത്, ഹിന്ദുമതം നല്ല മതമാണ്, ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറഞ്ഞൊരു ഒരു 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 മഹാത്മാഗാന്ധി ആവാനുള്ള ശ്രമം, അസാമാന്യമായിട്ടുള്ള സൗഹൃദത്തിൻ്റെ അഥവാ അങ്ങനെയുള്ളൊരു മനസ്സാണ് ഞങ്ങളുടേത്, സ്വാമിയുടെ പോലെയല്ല. പലപ്പോഴും ഖുർആൻ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, നബി തിരുമേനി ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, എല്ലാവരെയും അംഗീകരിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. എന്നിട്ടും സ്വാമി എന്താണ് ഇങ്ങനെ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ കഴുത്ത് ഇവിടുന്ന് മുറിച്ച് മാറ്റിയാലും എനിക്ക് സംസാരിക്കാൻ കഴിയുമെങ്കിൽ ഹിന്ദുത്വവാദികൾക്ക് അനുകൂലമായിട്ടൊരു സ്വരം അഥവാ കഴുത്ത് മുറിഞ്ഞാൽ പറ്റില്ല, ബോധമുള്ളപ്പോരില്ല. അത്രത്തോളം ഞാൻ സഹിച്ചിട്ടുണ്ട്. ഇന്ന് മറ്റൊരർത്ഥത്തിലാണ് ഈ സഹനം എന്നിലേക്ക് വന്നു ചേരുന്നത്, നേരിട്ടല്ല. അതാണ് നിങ്ങളറിയേണ്ട കാര്യം. 2024 ഇവിടെ ഇലക്ഷൻ നടക്കുമ്പോൾ, മെയ്യിൽ ഇലക്ഷൻ നടക്കുമ്പോൾ വീണ്ടും ഇവിടെ ആദിത്യനാഥ് യോഗിയാണ് പ്രധാനമന്ത്രിയായിട്ട് വരുന്നതെങ്കിൽ ഇനി മോഡി വരാനുള്ള സാധ്യത കുറവാണ്.
അദ്ദേഹം തന്നെ ഒരു റിട്ടയർമെൻറ്റ് സ്കീം, മറ്റേ ഹിമാലയത്തിൽ താമസിക്കാനുള്ള സൗകര്യങ്ങളും ഹരിദ്വാർ മുതൽ ഗംഗോത്രി വരെയുള്ള സ്ഥലം വളരെ ആ റോഡൊക്കെ വളരെ ഗംഭീരമാക്കി മാറ്റിയിട്ടുണ്ട്, മാറ്റിക്കൊണ്ടിരിക്കുകയാണ് കോടികൾ ചിലവിട്ടിട്ട്. അപ്പോൾ ഇനി വരാൻ പോകുന്ന ആദിത്യനാഥ് യോഗിയാണ്. അങ്ങനെ ഒരാൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ 100% ഉറപ്പാണ് ഞാൻ എൻ്റെ എല്ലാ വിധത്തിലുള്ള ആയുധങ്ങളും താഴെ വെച്ച് സാഷ്ടാംഗം പ്രണമിച്ച് എൻ്റെ ഇന്നത്തെ അവസ്ഥയിൽ നിന്ന് ഞാൻ എന്നത്തേക്കുമായിട്ട് ദിവംഗതനായിട്ട് മാറും, മരിച്ചു പോകും. എവിടേക്കെങ്കിലും പോയി ഏതെങ്കിലും ഒരിടത്ത് പോയിട്ട് എങ്ങനെയെങ്കിലുമൊക്കെ ജീവിച്ച് കാലം കഴിക്കും. അതേ പറ്റൂ. വായ തുറക്കാൻ കഴിയാത്ത സാഹചര്യങ്ങളാണ് വരുന്നത്. ഈ വാട്സപ്പും ഈ ഫേസ്ബുക്കും ഈ ട്വിറ്ററും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും ഒന്നും ഇനി ഇന്ത്യയിൽ ഉണ്ടാവാൻ പോകുന്നില്ല. ഇപ്പോൾ ഇങ്ങനെ നിൽക്കുന്നു. ഇനി ഒരിക്കൽ കൂടി ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല. പിന്നെ ഞാൻ ആരോട് എന്ത് പറയാൻ? അതെൻ്റെ മരണമായിരിക്കും. കാരണം ഞാൻ നിങ്ങളിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇങ്ങനെയുള്ള മീഡിയയിൽ കൂടിയാണ്. നിങ്ങൾ എന്നിൽ ജീവിക്കുന്നത് എങ്ങനെയാണ്? ഇത്തരം മീഡിയയിൽ കൂടിയാണ്. ഇതില്ലെങ്കിൽ നമ്മൾ തമ്മിൽ ഇനി ഒരിക്കലും കണ്ടുമുട്ടാനാകാത്ത വിധം അതാണ് മരിച്ചു പോകുമെന്ന് പറഞ്ഞത്. ഇപ്പോൾ 2024 മെയ് മാസത്തിൽ ഇലക്ഷൻ നടന്നു കഴിഞ്ഞാൽ പിന്നത്തെ അടുത്ത ദിവസം അതിൻ്റെ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ അപ്പം തീരുമാനിക്കാം നമുക്ക് ഇനിയും ജീവിക്കണോ അതോ ഇവിടെ വെച്ചൊരു അവസാനിപ്പിക്കണോ, ജീവിതം അവസാനിപ്പിക്കണോ. ജീവിതം അവസാനിപ്പിച്ച് കെട്ടിത്തൂങ്ങിച്ച ആവലല്ല, മുണ്ടാണ്ടിരിക്കേണ്ട അവസ്ഥ. മിണ്ടാതെ ഉരിയാടാതെ വിധേയന്മാരായിട്ട്, കുറച്ചുകൂടി വൃത്തിയായിട്ട് പറഞ്ഞാൽ അടിമകളായിട്ട് ജീവിക്കേണ്ട ഒരു ഗതികേട് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അഭിമാനമുള്ളവർ പറയും ഇത് ഞങ്ങളുടെ മരണമാണെന്ന് പറയും. മർത്തിനെ സംബന്ധിച്ചിടത്തോളം അസ്വാതന്ത്ര്യം ബന്ധുരക്കാഞ്ചന കൂട്ടിലാണെങ്കിലും അവിടെ അസ്വാതന്ത്ര്യമുണ്ട് എന്നുള്ളത് കൊണ്ട് അത് മരണത്തിന് തുല്യമാണ്. നമുക്ക് ഏതെല്ലാം മുതൽ ദാരിദ്ര്യമുണ്ടെങ്കിലും സ്വാതന്ത്ര്യമാണ് അമൃതം. വാസ്തവത്തിൽ ഇവിടെ നമ്മൾ ആലോചിച്ചൊരു കാര്യം മനസ്സിലാക്കാൻ പറ്റും. ക്രിസ്ത്യാനിയുടെ കഥ തീർന്നു. സംഘപരിവാറിൻ്റെ അജണ്ടയിൽ ക്രിസ്ത്യാനിയും മുസൽമാനും കമ്മ്യൂണിസ്റ്റുകാരനും ഇവരേക്കും കഥാവശേഷന്മാരാക്കി മാറ്റിയവരെ. അതാണ് അവരുടെ അൾട്ടിമേറ്റ് തിയറി. ഇനി മറ്റൊന്നും കൂടിയുണ്ട്. ഇതെല്ലാം കഴിഞ്ഞാൽ ഹിന്ദു മതത്തിനകത്ത് വരുന്ന 95% വരുന്ന കണ്ണിൽ കണ്ടാൽ പോലും അശുഭമാണെന്ന് കരുതുന്ന, തൊട്ടുകൂടാത്ത തീണ്ടിക്കൂടാത്ത ആളുകൾ, അത് പിന്നെ വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിട്ട് മാറില്ല. കാരണം അതിനുള്ള വിവേകമുള്ളൂ. ഇപ്പോഴും BJPക്കല്ലേ വോട്ട് ചെയ്യുന്നവരൊക്കെ ശത്രുക്കൾ ആരാണെന്ന് തിരിച്ചറിയാത്ത പാവങ്ങൾ. ക്രിസ്ത്യാനിയുടെ കഥ തീർന്നു. അവർ ചവിട്ടിക്കൂട്ടിയൊരു മൂലയ്ക്ക് ഇട്ടിട്ടുണ്ട്. ഇനി കൺവർഷൻ, സുവിശേഷ പ്രസംഗം എന്നൊന്നും പറഞ്ഞിനി പുറത്തേക്ക് വരില്ല. പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ പുറത്തേക്ക് വരുന്നതേ അറിയുള്ളൂ. അകത്തേക്ക് പോക്കുണ്ടാവില്ല. ചിലപ്പോൾ അകത്തേക്ക് പോകും, ഒരിക്കലും തിരിച്ചു വരാത്ത രീതിയിലുള്ള അകത്തേക്ക്. ഏതായാലും എങ്ങനെയൊന്ന് കഴിഞ്ഞുകൂടി പോയാൽ മതി എന്നായിട്ടുണ്ട്. കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് പ്രാർത്ഥനയായിരുന്നു. നമ്മുടെ രക്ഷിതാവായിട്ടുള്ള രക്ഷകനായിട്ടുള്ള മോഡി മാർപ്പാപ്പയുടെ ഒന്ന് കാണണം, അത്രമാത്രമായിരുന്നു പ്രാർത്ഥന. കണ്ടിട്ടുണ്ട്. ഏതായാലും ക്രിസ്ത്യാനികളെ ചവിട്ടിക്കൂട്ടിയൊരു മൂലയ്ക്കിട്ടു. അത് വലിയ ബുദ്ധിമുട്ടല്ല. 1.5% ഉള്ളൂ. ഈ അവസ്ഥ ഇനി അവരുടെ ലക്ഷ്യം കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞാലും ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ കേരളത്തിന് മാത്രമേ ഉള്ളൂ ആയിട്ടുണ്ട്. ബാക്കി എല്ലാ മറ്റേ സംസ്ഥാനങ്ങളിൽ തൊട്ടുകൂട്ടാൻ വേണ്ടി ഒരു MLA അല്ലെങ്കിൽ ഒരു MP ഉണ്ടെങ്കിൽ അത്രമാത്രം. കാലങ്ങളേറെയായിട്ട് അത് മേലോട്ടല്ല താഴോട്ടാണ് വളരുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം. പാർലമെൻറ്റിലെ മുഖ്യ പ്രതിപക്ഷമായിരുന്നതാണ് AKGയുടെ കാലഘട്ടത്തിൽ. അപ്പോൾ അതും അവിഞ്ഞു പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയുള്ളത് മുസ്ലിംസാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ തിയറി ഇതാണ്: ഒന്നിലും നശിപ്പിക്കുക, വാഷ്ഡ് ഔട്ടാക്കുക, അല്ലെങ്കിൽ അടിമകളാക്കുക, അവരുടെ ഭാഗമാക്കി മാറ്റുക.
ഇപ്പോൾ ഇവിടെ വ്യാപകമായിട്ട് ആക്രമണം നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മളുടെ ഇവിടെ ത്രിപുരയിൽ മുസ്ലിങ്ങൾക്കെതിരെ അതിശക്തമായ രീതിയിൽ ആക്രമണങ്ങൾ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുകയാണ്. ഖുറാനൊക്കെയും അഗ്നിക്കരയാക്കുന്നുണ്ട്. 15-ൽ പരം പള്ളികൾ ആക്രമിക്കപ്പെട്ടിട്ടുണ്ട്. രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ കോൺഗ്രസ് പ്രിയങ്ക ഗാന്ധിയൊക്കെ ഇതിനെതിരെ പ്രതികരണവുമായിട്ട് രംഗത്തിറങ്ങിയിട്ടുണ്ട്. ഈ ഗവൺമെൻറ്റിന് വാസ്തവത്തിൽ തിമിരം ബാധിച്ചിരിക്കുകയാണ്. ജനങ്ങളെ കാണാൻ കഴിയുന്നില്ല. അവരുടെ കുറേ ആളുകൾ മാത്രം ഒരു ബ്രാഹ്മണിക്കൽ റലം, ഒരു ഭൂമിയെ സൃഷ്ടിക്കുക, അതിനുള്ള ആളുകളെ മാത്രം അവർ കയറ്റി കൊണ്ടുവരുന്നു. അപ്പോൾ പറയും മോഡി ബ്രാഹ്മണനല്ലല്ലോ, ഒരു ബ്രാഹ്മണൻ, 2 ബ്രാഹ്മണൻ, 3 ബ്രാഹ്മണൻ, അതുകൊണ്ട് ബ്രാഹ്മണിക്കൽ ലോകം തീർക്കുന്നതിന് അതൊന്നും വിഘാതമല്ലെന്ന് മനസ്സിലാക്കുക. ബധിരത ബാധിച്ചിരിക്കുകയാണ്. അങ്ങോട്ടൊന്നും പറഞ്ഞാൽ അവർ കേൾക്കില്ല, ഇങ്ങോട്ട് പറയുന്നത് കേൾക്കാൻ പാടുള്ളൂ. ഇങ്ങനെയുള്ള സർക്കാരിന് ഇവിടെ എത്ര കാലം തുടരാൻ കഴിയുമെന്ന് ചോദ്യമുണ്ട്. പക്ഷെ 10 കൊല്ലം ഉറപ്പായല്ലോ. ഇനി ഒരു 5 കൊല്ലം കൂടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അത് ഏത് പാര വെച്ചിട്ടാണ് ഇതിന് പൊക്കാൻ കഴിയാത്ത രീതിയിലായി പോകാനാണ് സാധ്യത. അതാകാതിരിക്കട്ടെ. രാഹുൽ ഗാന്ധിയുടെ ചോദ്യം, ത്രിപുരയിൽ നമ്മുടെ മുസ്ലിം സഹോദരന്മാർ ക്രൂരമായിട്ടുള്ള ആക്രമണങ്ങൾക്ക് വിധേയരാകുകയാണ്. അയാൾ അങ്ങനെ പറയുള്ളൂ, അയാൾ മുസ്ലിമാണ് അത്രേ. രാഹുൽ ഗാന്ധി മുസ്ലിമാണ്. നാളെ ശങ്കരാചാര്യന്മാർ പറയുകയാണ് മുസ്ലിങ്ങളെ ആക്രമിക്കരുതെന്ന് പറഞ്ഞാൽ ഇതേ ആർഎസ്സുകാർ പറയും അയാൾ മുസ്ലിമാണ്, അയാളുടെ അമ്മ മുസ്ലിമായിരുന്നു നോക്കിയും പറഞ്ഞു കളയും. രാഹുൽ ഗാന്ധി പരസ്യമായിട്ട് പറഞ്ഞിട്ട് ഹിന്ദുവിൻ്റെ പേരിൽ അക്രമങ്ങളും വെറുപ്പും അഴിച്ചുവിടുന്നവർ അവർ ഹിന്ദുക്കളല്ല, ഹിന്ദുക്കളെ വഞ്ചിക്കുന്നവരാണ്. എങ്ങനെയാണെങ്കിൽ ട്വീറ്റ് ചെയ്ത് നമ്മൾ ഇത്രയും കാലം പറഞ്ഞതും അത് തന്നെയാണ്. ഒരുപാട് രാഷ്ട്രീയ നേതാക്കൾ ഇവിടെയുണ്ട്. പക്ഷെ ഒരു കാര്യത്തിൽ അവരെല്ലാവരും ഒറ്റക്കെട്ടാണ്. മുസ്ലിം വിരോധത്തിൻ്റെ കാര്യത്തിലും ക്രിസ്ത്യൻ വിരോധത്തിൻ്റെ കാര്യത്തിലും കമ്മ്യൂണിസ്റ്റ് വിരോധത്തിൻ്റെ കാര്യത്തിലും അതുപോലെ തന്നെ അധകൃതരായിട്ടുള്ള ആളുകളെ വാഷ്ഡ് ഔട്ട് ആക്കേണ്ട കാര്യത്തിലൊക്കെ അവർ ഒറ്റക്കെട്ടാണ്. അവിടെ ആരും പ്രതികരിച്ചിട്ടില്ല. രാഹുൽ ഗാന്ധി മാത്രമേ പ്രതികരിച്ചത്. ത്രിപുരയിൽ മുസ്ലിങ്ങൾക്ക് നേരെ ഒരാഴ്ചയായി 10 ദിവസമായിട്ട് അവർക്ക് നേരെ ആക്രമണങ്ങൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അക്രമികളൊക്കെ വന്നു കഴിഞ്ഞാൽ പോലീസിനെ വിളിക്കും. ആ പോലീസ് പറയും നിങ്ങളൊരു കാര്യം ചെയ്യൂ, IG വിളിക്കൂ. IG വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ DIG വിളിക്കൂ. DIG വിളിച്ച് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ DSP വിളിക്കും. DSP വിളിച്ച് കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ വരാമെന്ന് പോലീസുകാരുടെ മറുപടിയാണ്. അവർക്ക് താല്പര്യമില്ല. ഭരണകൂടത്തിൻ്റെ നിസ്സംഗാവസ്ഥ ഇതിനനുകൂലമായിട്ട് നിലകൊള്ളുകയാണ്. അത് സഹകരണം തന്നെയാണ് ഇതിനോട്. ബംഗ്ലാദേശിൽ അടിയും തല്ലും നടന്നിട്ടുണ്ട്. ഈ മാസം ആദ്യം ദുർഗാപൂജ നടന്ന സമയത്ത് അതിൻ്റെ പ്രതികാരം എന്ന നിലയ്ക്കാണ് ത്രിപുരയിൽ ആക്രമണം ആരംഭിച്ചത്. ഇവിടെ എന്തെങ്കിലും രീതിയിൽ മുസ്ലിങ്ങളും ഹിന്ദുക്കളും തമ്മിൽ ലഹള ഉണ്ടായിക്കഴിഞ്ഞാൽ സൗദി അറേബ്യയിലും ഗൾഫ് രാഷ്ട്രങ്ങളിലുള്ള ആളുകളെ പിടിച്ച് തല്ലുക, ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പം നമുക്ക് എന്ത് പറയാൻ കഴിയും? അവർ ചെയ്യുന്നത് ശരിയല്ലെന്നല്ലേ പറയാൻ കഴിയുള്ളൂ. ഇവിടെ കുറേ തെമ്മാടിക്കൂട്ടങ്ങൾ കുറേ മുസ്ലിങ്ങളെ തല്ലി. മുസ്ലിം രാഷ്ട്രങ്ങൾ മുഴുവൻ അവിടുത്തെ ഹിന്ദുക്കളെ തല്ലാൻ തുടങ്ങി കഴിഞ്ഞാൽ സ്ഥിതി എന്താണ്? വലിയ തരത്തിലുള്ള വാളുകൾ, മാരക ആയുധങ്ങൾ, ഇതൊക്കെയും കയ്യിലെടുത്തുകൊണ്ട്
മുസ്ലിം മുദ്രാവാക്യങ്ങൾ, ഇസ്ലാമോഫോബിക്കുകളാണ് എല്ലാവരും, ഇസ്ലാമോഫോബിയ സംബന്ധമായിട്ടുള്ള മുദ്രാവാക്യങ്ങൾ മുഴക്കിക്കൊണ്ടാണ് വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിലാണ് പരസ്യമായിട്ട് വിദ്വേഷ റാലികൾ, ഈ തടവൊക്കെ അടിയും തല്ലും അവിടെ നടന്നതെന്നാണ് പറയുന്നത്. ഇതൊന്നും തടയാൻ ആരും വന്നിട്ടില്ല എന്നുള്ളത് സങ്കടകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഓർത്തു വയ്ക്കാൻ പറ്റിയ കാര്യമാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞാൻ നാളെ നീ എന്നാണല്ലോ എൻ്റെ കണക്ക്. ഇന്ന് അവിടെ നടക്കുന്നു, നാളെ ഇവിടെ നടക്കുന്നു. ഇന്ന് അവരോട് നടക്കുന്നു, നാളെ നമ്മളോട് നടക്കും, അത്രയേ ഉള്ളൂ. ആക്രമണത്തെക്കുറിച്ച് ഒന്നും ഞങ്ങൾക്കറിയില്ലെന്നാണ് BJP പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ പിന്നെ BJPയുടെ കൊടിയും കാവിക്കൊടിയും ജൈവിളികളുമൊക്കെയും അതിൻ്റെയൊക്കെ രീതി കേട്ടാൽ അറിഞ്ഞൂടെ? യേശുദാസിൻ്റെ പാട്ട് കേട്ടാൽ യേശുദാസ് എന്ന് പറയേണ്ട ആവശ്യമില്ലല്ലോ, നമുക്ക് കേട്ടാൽ അറിയാലോ. മമ്മൂട്ടിയുടെ ശബ്ദം കേട്ടാൽ നമുക്കറിയാലോ. ഇവരുടെ രീതികളും അവരുടെ ശബ്ദവും അവരുടെ സ്ലോഗൻ മുദ്രാവാക്യത്തിൻ്റെ രീതികളും കൊടിയുടെ രീതികളെയും കണ്ടാൽ നമുക്കറിയാൻ പറ്റുന്ന ആൾക്കാരാണ്. പക്ഷെ അവർ പറഞ്ഞു ഞങ്ങൾക്കിതിലൊന്നും പങ്കില്ല. അപ്പം ഇന്ത്യ ഭരിക്കുന്നത് അവരല്ലേ? പനിസാഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത്, പനിസാഗർ, അവിടെ വിശ്വഹിന്ദു പരിഷത്തിൻ്റെ നേതൃത്വത്തിൽ നടന്ന റാലി, അവിടെ റാലി നടക്കുകയാണ്. ആ റാലിയുടെ ഇടയിൽ വെച്ചിട്ടാണ് ഈ ആക്രമണം തുടങ്ങിയത്. അവിടെ ഒരു പള്ളി ഉണ്ടായിരുന്ന പള്ളിക്ക് നേരെയും പിന്നെ അവിടെ ഉണ്ടായിരുന്ന മുസ്ലിം വീടുകൾക്ക് നേരെയും വലിയ രീതിയിൽ ആക്രോശിച്ചുകൊണ്ട് വിളിച്ചെത്തിയ സംഘങ്ങളാണ് ആക്രമണം നടത്തിയത്. പനിസാഗറിൽ നടത്തിയ റാലിയിൽ 3500-ലധികം ആളുകൾ പങ്കെടുത്തിട്ടുണ്ട്. അവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥൻ്റെ രേഖയിൽ അദ്ദേഹം പറയുന്നതാണ്, സബ് ഡിവിഷണൽ പോലീസ് ഉദ്യോഗസ്ഥനായിട്ടുള്ള സൗബിക് ദേയ് എന്ന് പറഞ്ഞ ആളാണ് പറഞ്ഞത്. ആ സംഭവത്തിൽ കേസ് എടുത്തിട്ടുമുണ്ട്. എന്നാൽ ഈ ആക്രമണങ്ങളെക്കുറിച്ചൊന്നും ഞങ്ങൾക്കറിയില്ല എന്നാണ് BJP പറയുന്നത്, സർക്കാർ. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, BJPയുടെ കൃത്യമായിട്ടുള്ള തിരക്കഥ അതിൻ്റെ രീതിയിലടക്ക് നടന്നിട്ടുണ്ടാകുക. കാരണം ഇതിനു മുമ്പ് നടന്നിട്ടില്ലല്ലോ. ഇന്ത്യ ഇന്നലെ ഉണ്ടായതല്ലല്ലോ. ഇത് ത്രിപുരയിലെ ഈ പറഞ്ഞ പനിസാറിൽ മാത്രമല്ല, പല സ്ഥലങ്ങളിലും നടന്നിട്ടുണ്ട്. പള്ളികൾ തകർത്തിട്ടുണ്ട്. ത്രിപുരയിലെ വിവിധ ഭാഗങ്ങളിൽ ബംഗ്ലാദേശിൻ്റെ പേരും പറഞ്ഞിട്ട് പ്രതിഷേധം നടക്കുകയാണ്. ഗോമതി ജില്ലയിൽ ഉദയ്പൂരിൽ VHPയും അതുപോലെ ഹിന്ദു ജാഗരൺ മഞ്ചും ഇതുപോലെ റാലി സംഘടിപ്പിച്ചിരുന്നു. അവിടെ അടിയും കാര്യങ്ങളും നടന്നിട്ടില്ല, അത് മാത്രം. ഇവിടെ ഞാൻ ഈ പറഞ്ഞു വരുന്നൊരു കാര്യം, ക്രിസ്ത്യാനിയും മുസ്ലിങ്ങളും അടിയറവ് പറഞ്ഞു കഴിഞ്ഞു എന്നിരിക്കട്ടെ, കമ്മ്യൂണിസ്റ്റുകാരും അടിയറവ് പറഞ്ഞു കഴിഞ്ഞു എന്നിരിക്കട്ടെ, അവിടെ അവസാനിക്കുകയാണോ BJPയുടെ ശത്രുക്കൾ? ഇവിടെയാണ് ഞങ്ങളുടെ യഥാർത്ഥ ഹിന്ദുക്കളുടെ സങ്കടം. അപ്പോഴും BJPക്ക് ശത്രുക്കൾ അവശേഷിക്കുകയാണ്. അടിസ്ഥാന വർഗം ബ്രാഹ്മണിക്കൽ ഡൊമിനേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവിടെ 95% വരുന്ന പാവപ്പെട്ട ആളുകൾ അവരുടെ പരിചാരകരായിട്ട് നിൽക്കേണ്ടി വരും, ഞാനടക്കമുള്ള ആൾക്കാർ. കാരണം ഞാനൊരു നായർ സമുദായത്തിൽപ്പെട്ട ആളാണ്. അങ്ങനെയുള്ള എനിക്ക് അവിടെ ഈ ബ്രാഹ്മണിക്കൽ, അതായത് അതിസവർണ വിവാഹത്തിൻ്റെ വീടിൻ്റെ പുറകിൽ വെള്ളം കോരാനും വർഗ്ഗ വെട്ടാനുള്ള യോഗ്യതയായിരിക്കും അവർ കൽപ്പിച്ചു തരിക. അതുകൊണ്ടാണ് അവരെ സംഘപരിവാറിനെ അകറ്റി നിർത്താൻ എന്നാൽ കഴിയുന്ന രീതിയിൽ ഞാൻ ശ്രമിക്കുന്നത്. ഇന്ന് മുസ്ലിം സമുദായം അനുഭവിക്കുന്നത് നാളെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ അനുഭവിക്കേണ്ടി വരും. സന്യാസിമാർ അനുഭവിക്കേണ്ടി വരും. സന്യാസാശ്രമങ്ങൾ അനുഭവിക്കേണ്ടി വരും. ഇപ്പം തന്നെ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഉസ്താദുമാർക്ക് വേണ്ടിയിട്ടാണ് പള്ളികൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ഖുറാൻ്റെ ഡിസിമിനേഷന് വേണ്ടിയിട്ട്, അതിൻ്റെ പ്രചാരണത്തിന് വേണ്ടിയിട്ടാണ്, അതിൻ്റെ പഠനങ്ങൾക്കും വേണ്ടിയിട്ട് മദ്രസ സംബന്ധിയായിട്ടുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് അവരുടെ ദേവാലയങ്ങൾ നിലകൊള്ളുന്നത്. പക്ഷേ അമ്പലങ്ങൾ അത് സന്യാസിമാർക്ക് ഇപ്പോഴും വർജ്യങ്ങളാണ്. അവർ കയറി ചെന്ന് അവരെ പുച്ഛിക്കും, അവഹേളിക്കും.
ഒരിക്കൽ പോലും ഒരു ക്ഷേത്രത്തിലും ഇന്നേ വരെ ഒരു സന്യാസിയെയും ആരും വിളിച്ചു കൊണ്ടുപോയിട്ട് ക്ഷേത്ര അധികൃതർ ഒരു ഗീതാജ്ഞാന യജ്ഞം ഒരു ഉപനിഷത്ത് ജ്ഞാന യജ്ഞം നടത്തിയിട്ടില്ല. ചെന്ന് ചോദിച്ചാൽ പറയും അവിടെ ചെയ്തത് നടത്തിക്കോ. എന്നിട്ട് അവിടെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് അവിടെയുള്ള ഈ പൂജ്ഞാരി എന്ന് പറയുന്നവൻ അതിലൊന്ന് ആരും ചോദിക്കുക, ഗീത എവിടെയാണ് നടക്കണേ, നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടേ, നിങ്ങൾക്ക് ഇവിടെ ദേവിയെ തൊടണോ അത് ഗീതയുടെ പുറകിൽ പോകണോ? ഗീത, പിന്നെ ആ സ്ത്രീ ഗീതയ്ക്ക് പോകും. ബദ്ധശത്രുക്കളാണ് ഹിന്ദുക്കളെ സംബന്ധിച്ചിടത്തോളം. ഇന്ന് സന്യാസിമാരവരെ ബദ്ധശത്രുക്കളാണ്. നല്ലതിന് വേണ്ടി പരിശ്രമിച്ച എല്ലാവരും അതത് സമൂഹങ്ങൾക്ക് ബദ്ധശത്രുക്കളായിട്ട് മാറിയിട്ടുണ്ട്. ബുദ്ധൻ അവസാനം പട്ടിണിയും പരിവട്ടമായി മാറി എന്നുള്ളതാണ്. അങ്ങനെ ശുദ്ധോദനൻ അദ്ദേഹത്തിൻ്റെ ഒരു അകന്ന ബന്ധുവായിട്ടുള്ള ആനന്ദനെ അവിടെ പറഞ്ഞയച്ചത്. യേശുക്രിസ്തുവിനെ ആരാ കൊന്നത്? ജൂതന്മാരാ കൊന്നത്. യേശുക്രിസ്തു ജൂതനായിരുന്നു, നല്ലത് പറഞ്ഞപ്പോൾ കൊന്നു. കുരങ്ങൻ്റെയും മിന്നാമിനിങ്ങിനെയും കഥ പറഞ്ഞ പോലെ കുരങ്ങൻ മിന്നാമിനിങ്ങിനെ പിടിച്ച് ഊതുകയാണ് ചൂട് കിട്ടാൻ. അപ്പോൾ ഏതോ കിളി പറഞ്ഞു, കുരുവി പറഞ്ഞു, എടോ കുരങ്ങച്ച അത് തീയല്ല, അതിൽ നിന്ന് ചൂടുണ്ടാവില്ല. ഉടനെ തന്നെ അതിനെ പിടിച്ച് കൊന്നു. കുരുവിയുടെ കഴുത്ത് പിടിച്ച് ഞെക്കി കൊന്നു. നീ ആരാടാ പറയാമെന്ന് വെച്ചു. ഇതവസ്ഥയാണ് സന്യാസിമാരുടെ. അവരൊരമ്പലത്തിലും അവരെ കയറ്റില്ല. ഇന്നലെ കോട്ടയം നസീർ എന്ന് പറഞ്ഞൊരു മിമിക്രി ആർട്ടിസ്റ്റുണ്ട്, സിനിമ നടനുമാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരുപാട് സ്ഥലത്ത് മിമിക്രി നടത്തിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ ഞാൻ മിമിക്രി നടത്തിയത് അമ്പലങ്ങളിലാണെന്ന് ഇന്നലെ പറഞ്ഞതാണെങ്കിൽ. ഏറ്റവും കൂടുതൽ ആയിരക്കണക്കിന് സ്റ്റേജുകളിൽ അദ്ദേഹം മിമിക്രി നടത്തിയിട്ടുണ്ട്. ഇത് ഞാൻ പല സന്യാസിമാരോടും പറഞ്ഞപ്പോൾ അവരെ മുഖം താഴ്ന്നു പോവുകയാണ്. എനിക്ക് എൻ്റേതായിട്ടുള്ള രീതികളുണ്ട്, എൻ്റേതായിട്ടുള്ള ധാർഷ്ട്യമുള്ളതുകൊണ്ട് എനിക്കതൊരു പ്രശ്നമല്ല. മറ്റു പല സന്യാസിമാരും അവർ ജന്മമുള്ള തപമാക്കിയിട്ട് ഗ്രാജുവേഷനും പോസ്റ്റ് ഗ്രാജുവേഷനും കഴിഞ്ഞ് വേദാന്ത പഠനവും കഴിഞ്ഞ് തിരിച്ചു വരുന്ന സമയത്ത് അവരെ വായിലേക്ക് കാർക്കിച്ച് തുപ്പുകയാണ് ഹിന്ദുക്കൾ. സന്യാസിമാരുടെ വായിലേക്ക് കാർക്കിച്ച് തുപ്പുകയാണ് ഹിന്ദുക്കൾ. അവരെവിടെയെങ്കിലും ഏതെങ്കിലും രീതിയിൽ കഴിഞ്ഞു കൂടുന്നുണ്ടെങ്കിൽ, നല്ലൊരു വസ്ത്രം ധരിച്ചാൽ, നല്ലൊരു ചെരുപ്പിട്ട് കഴിഞ്ഞാൽ അതിനൊക്കെയും അവർക്ക് ബത്സനം ഏറ്റുവാങ്ങേണ്ടി വരികയാണ്. ഇന്ന് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ദീനത അനുഭവിക്കുന്ന വർഗമായിട്ട് മാറിയിരിക്കുകയാണ് സന്യാസിമാർ. ഏതെങ്കിലും രീതിയിൽ എന്തെങ്കിലും കഴിവുണ്ടി അവർ ഈ നാട് വിട്ടു പോവുകയാണ്, കേരളം വിട്ടു പോവുകയാണ് ചെയ്യുന്നത്. വാസ്തവത്തിൽ ഹിന്ദു സമൂഹത്തിൻ്റെ ഈ അപജയം ചൂണ്ടിക്കാണിച്ചാൽ ഉടനെ തന്നെ ഹിന്ദുത്വവാദികൾ അവർ മുമ്പിൽ വന്നിട്ട് പറയും, ഇയാൾ ഹിന്ദുവല്ല, ഇയാൾ കല്ല സന്യാസിയാണ്, ഇയാൾ കള്ളച്ചാമിയാണ്, ഇയാൾ തന്തയ്ക്ക് പറക്കാത്തവരാണ് തുടങ്ങിയിട്ടുള്ള അവരുടെ നിഘണ്ടുവിലുള്ള വാക്കുകളുണ്ടല്ലോ, അതങ്ങോട്ട് നിരത്തുകയായി. അതിനെതിരൊന്നും പറയാൻ കഴിയാതെ, പറയാൻ ആഗ്രഹമുള്ളവർ പോലും നിസ്സംഗത നടിച്ചിരിക്കുകയാണ് എല്ലാവരും. അവർ നിസ്സംഗരായിട്ടിരിക്കുകയാണ് എല്ലാവരും. ഇവിടെ എൻ്റെ വേദനകൾ അതുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ടാണ് സംഘപരിവാറിൻ്റെ പാതയിൽ ഒരു ചെറിയ ചരടെങ്കിലും ഞാൻ കെട്ടുന്നത്. അവരുടെ ഗമനത്തിൽ ചെറിയൊരു വിഘാതമെങ്കിലും സൃഷ്ടിച്ചു വയ്ക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. അതെൻ്റെ വ്യക്തിപരമായിട്ടുള്ള ആവശ്യമാണ്, അതോ എൻ്റെ ജന്മനിയോഗമായിട്ട് ഞാൻ ഏറ്റെടുത്തൊരു കാര്യമാണത്. അവിടെയാണ് എൻ്റെ സങ്കടം. ഇന്ന് മുസ്ലിം സഹോദരന്മാർ വരെ എന്നെ കുത്തി നോവിക്കുകയാണ്. ഒരു 10,000 വട്ടം പറഞ്ഞു RSകാർ, സംഘപരിവാർ, ഹിന്ദുത്വവാദികൾ ചെയ്യുന്നത് ശരിയല്ല. ഉടനെ തന്നെ ഇവർ പറയും, സ്വാമി ഹിന്ദുക്കൾക്കെതിരായിട്ടൊന്നും പറയരുത്. മുഹമ്മദ് നബി തിരുമേനി അത് പറഞ്ഞിട്ടുണ്ട്. നിനക്ക് നിൻ്റെ മതം, എനിക്ക് എൻ്റെ മതം എന്നല്ലേ പറഞ്ഞിട്ടുള്ളത്. പിന്നെന്താ സ്വാമി ഹിന്ദുക്കൾക്കെതിരെ നിൽക്കുന്നത്? പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ മറ്റൊന്നാണ്, ഞങ്ങൾ താമസിക്കുന്നതിൻ്റെ അപ്പുറത്ത് ഹിന്ദുക്കളുണ്ട്, ഇപ്പുറത്ത് ഹിന്ദുക്കളുണ്ട്, അപ്പുറത്ത് ക്രിസ്ത്യാനികളുണ്ട്, ഞങ്ങളെ ഏകോദര സഹോദരന്മാരെ പോലെയാണ് കഴിഞ്ഞുകൂടുന്നത്. സുഹൃത്തുക്കളെ, ഇവിടെ ഈ ഏകോദര സഹോദരത്വം എനിക്കുമുണ്ട് ഹിന്ദുക്കളുമായിട്ട് ഒരുപാട്. പക്ഷെ എൻ്റെ ഇതിനകത്ത് കമൻ്റ് ഇടാൻ വരുന്ന ഹിന്ദുക്കളല്ല, ഹിന്ദുത്വവാദികളാണ്. ആ ഹിന്ദുത്വവാദികൾ അതുപോലെ ക്രിസ്ത്യാനികളിലെ ക്രിസംഗികൾ, രാജ്യദ്രോഹികൾ, അവർക്കെതിരെ ഞാൻ സംസാരിക്കുന്നത്. ഇതിനിടയിൽ കയറി വന്നിട്ട് വലുതായിട്ടുള്ള ഉപദേശം, അതായത്
അദ്വേഷ്ടതയുടെയും മൈത്രിയുടെയും കരുണയുടെയും സർവഭൂതഹിതരതിയുടെയും ആശാന്മാരെന്ന് പറഞ്ഞ് കുറേ ആൾക്കാർ വന്ന് ഉപദേശിക്കുന്നുണ്ട്. അതെനിക്ക് എൻ്റെ നെഞ്ചിൽ കുത്തി തറയ്ക്കുകയാണ് ഈ ഉപദേശങ്ങൾ. വാസ്തവത്തിൽ എന്നെ ഒരു വർഗീയവാദിയായിട്ട് അവതരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മനഃപൂർവ്വമാണെന്ന് അറിയില്ല, അതിനി ഫേക്ക് ഐഡിയകളാണെന്ന് അറിയില്ല. മുസ്ലിം പേരുകളിലുള്ള ആൾക്കാരുടെ കാര്യമാണ് ഈ പറയുന്നത്. ഏതായാലും ഞാൻ തുറന്നു പറയുകയാണ്, ഇന്നിവിടെ ഞങ്ങളെപ്പോലുള്ള ആളുകൾ സമൂഹത്തിലെ കീഴെയുള്ള പടവുകളിൽ, താഴെ പടവുകളിൽ നിൽക്കുന്ന ആളുകൾ ഭയചകിതരാണ്. ഇവിടുത്തെ കമ്മ്യൂണിസ്റ്റുകാരും ഇവിടുത്തെ ക്രിസ്ത്യാനികളും ഇവിടുത്തെ മുസ്ലിങ്ങളും അവർ അടിയറവോ പറഞ്ഞു കഴിഞ്ഞാൽ ഉറപ്പാണ് പിന്നെ ഞങ്ങൾക്കാണ് ഈ ഗതി, പിന്നെ ഞങ്ങൾക്കാണ് വന്നു ചേരുക. ഇന്ത്യയിലുള്ള അതിഭൂരിപക്ഷം വരുന്ന 95% വഴി പറയാം ആ വരുന്ന സാധാരണക്കാർക്ക്. ആയതുകൊണ്ട് തന്നെ സുവ്യക്തമാണ് ഒരു കാര്യം, ഇവിടെ മുസ്ലിം സമുദായവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും ക്രിസ്ത്യൻ സമുദായവും ശക്തിയോടുകൂടി നിലനിൽക്കുകയാണെങ്കിൽ വാസ്തവത്തിൽ അത് ഇവിടെയുള്ള ഹിന്ദു സമൂഹത്തിൽപ്പെട്ട് അതിഭൂരിപക്ഷം വരുന്ന 95% വരുന്ന പാവപ്പെട്ട അടിസ്ഥാന വർഗത്തിന് അതൊരു പരിചയമാണ് വാസ്തവത്തിൽ. അവർക്കതൊരു സുരക്ഷാ കവചമാണ് വാസ്തവത്തിൽ. അറിയുന്നവരറിയുന്നു, ഞാൻ അറിയുന്നുണ്ട് ഏതായാലും. കാരണം ഞങ്ങളൊക്കെ നോട്ടപ്പുള്ളികളാണ്. പക്ഷെ ഞങ്ങളെ ഒതുക്കാനും മടക്കാനും വരുന്നതിന് മുമ്പ് അവർക്ക് ചില കാര്യങ്ങളുണ്ട്. അതാണ് കമ്മ്യൂണിസ്റ്റുകാരെ ഒതുക്കണം മടക്കണം, ക്രിസ്ത്യാനികളെ ഒതുക്കണം മടക്കണം, പിന്നെ മുസ്ലിങ്ങളെ ഒതുക്കണം അടക്കണം. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മെക്കെട്ടായി. ഇത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങളുടെ മെക്കെട്ടാണ്. ഞങ്ങൾക്ക് എല്ലാവർക്കും നന്നായിട്ടറിയാം. ആയതുകൊണ്ട് തന്നെ ഇനിയും ഈ രീതിയിൽ മനുഷ്യന്മാർക്കിടയിൽ തന്നെ വേർതിരിച്ചുകൊണ്ട് പല തട്ടുകളായിട്ട് മാറ്റി നിർത്തുന്ന ഈ സംവിധാനം, ആ സംവിധാനത്തോട് താല്പര്യം പുലർത്തുന്ന ഈയൊരു BJP സംഘപരിവാർ പാർട്ടികൾ നമ്മളെ ഭരിക്കാൻ വേണ്ടിയിട്ട് അവിടെ വരരുതേ എന്ന് വലിയൊരു പ്രാർത്ഥനയുണ്ട്. ഇത് ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതാണ്. നിങ്ങൾക്ക് വേണ്ടി മനംനൊന്ത് പ്രാർത്ഥിക്കുന്നൊരു കാര്യമാണിത്. ഇതിൽ ഗൂഢമായിട്ടൊരു ഉദ്ദേശ്യവുമില്ല. സംഘപരിവാറിൻ്റെ ഭരണം ഇല്ലാതാകണം, അതുമാത്രമാണ് ആഗ്രഹം, അതുമാത്രമാണ് പ്രാർത്ഥന. ആയതുകൊണ്ട് തന്നെ ദയവ് ചെയ്ത് എത്ര പറഞ്ഞാലും തലയിൽ കയറാത്ത ചില ആളുകളുണ്ട്. അവർ വീണ്ടും ഇതിനകത്ത് കമൻ്റ് ഇട്ട് വരും, സ്വാമി ഹിന്ദുക്കൾ ഞങ്ങൾക്ക് അനാവശ്യമായിട്ടുള്ളൊരു തരം തേൻ പുരട്ടൽ എന്ന് പറയും. ഇതിൻ്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് കൃത്യമായിട്ടും അനുഭവകൃതമാകുന്നില്ല എന്നുള്ളതാണ് കേരളത്തെ സംബന്ധിച്ചിടത്തോളം. ഇന്നിപ്പോൾ ത്രിപുരയിൽ നടക്കുന്ന കാര്യങ്ങൾ എന്തുകൊണ്ടാണ് കേരളത്തിൽ നടക്കാത്തത്? ആ രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ, ഞങ്ങളെപ്പോലുള്ള ആളുകളെന്ന് ഞങ്ങൾ അഭിമാനപൂർവ്വം പറയുകയാണ്, കുറച്ച് അഹങ്കാരത്തോട് കൂടിയിട്ട്. പിന്നെ ഇവിടെ നവോത്ഥാനപരമായിട്ട് ചിന്തിക്കുന്ന മറ്റു കുറേ ആൾക്കാരും ഉള്ളത് കൊണ്ടാണ് ബംഗ്ലാദേശിൽ മുസ്ലിങ്ങൾ ഹിന്ദുക്കളെ തല്ലിയില്ലേ, അതുകൊണ്ട് ഹിന്ദുക്കളൊക്കെയും കൂടിയിട്ട് കേരളത്തിൽ മുസ്ലിങ്ങളെ തല്ലാൻ പോവുകയാണ് എന്ന് പറഞ്ഞൊരു പരിപാടി ഇവിടെ നടപ്പാക്കാൻ പറ്റാത്തതിൻ്റെ കാരണം ആരാണെന്ന് നിങ്ങൾ അന്വേഷിക്കണം. ഞാനൊരു മനസ്സ് നൊന്തുകൊണ്ട് പറയുകയാണ്, ഇന്നല്ലെങ്കിൽ നാളെ അങ്ങനെയുള്ള ത്രിപുരകൾ ഇവിടെ ആവർത്തിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് വകതിരിവുണ്ടാവുള്ളൂ. ഇങ്ങനത്തെ കുറച്ച് ആളുകൾക്ക്, ഈ വല്ലാതെ തേൻ പുരട്ടുന്ന ആളുകൾക്ക്, അയ്യോ ഹിന്ദുക്കൾ, അയ്യോ ക്രിസ്ത്യാനികൾ എന്ന് പറഞ്ഞ് തേൻ പുരട്ടി നടക്കുന്ന ഒരു കൂട്ടം ആളുകൾക്ക് വകതിരിവുണ്ടാകണമെങ്കിൽ ത്രിപുരയെ പോലെയുള്ള കാര്യങ്ങൾ കേരളത്തിൽ ഉണ്ടാകണമോ? ഞാൻ എൻ്റെ മനസ്സ് നൊന്തുകൊണ്ട് ചോദിക്കുകയാണ്. ഏതായാലും
ഇനി വരുന്ന 2024 3 വർഷം, അത് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം എന്ന് എനിക്കിപ്പോൾ അറിയില്ല. ഏതായാലും ഇനിയും ഈ ഭരണമാണ് വരാൻ പോകുന്നതെങ്കിൽ 2024 മെയ് ജൂൺ ജൂലൈ ആകുമ്പോഴേക്കായിരിക്കും ഭരണം കയറുക. അപ്പോഴും ഇതേ ആൾക്കാർ തന്നെ, BJPക്കാർ തന്നെ ഇയാളുടെ എന്താ ആദിത്യനാഥിൻ്റെ യോഗിയുടെ പേരിലൊക്കെയാണ് ഇവിടെ വരുന്നതെങ്കിൽ ഞാൻ എൻ്റെ ഈ ഒരു രീതിയിലുള്ള ജീവിതം ഞാൻ അവസാനിപ്പിച്ചേ മതിയാകൂ. കാരണം എല്ലാത്തിനും വിലക്കുകളായിരിക്കും, വിലക്കുകൾ. പണ്ട് പോൾ പോട്ട് പറഞ്ഞ പോലെ അധ്വാനിക്കുക, വിളവുണ്ടാക്കുക, തിന്നുക, തൂറുക. നാടൻ ഭാഷയാണ് കേട്ടോ. അതും ഇനി മോശം ഭാഷ എന്ന് പറയരുത്. ഇത് മാത്രമേ മനുഷ്യന് അവകാശമുള്ളൂ. ഞങ്ങൾ കുറേ ആൾക്കാർ, ബ്രാഹ്മണന്മാരും ക്ഷത്രിയന്മാരൊക്കെയും കാര്യങ്ങൾ തീരുമാനിക്കും എന്നൊരു സാഹചര്യം വന്നാൽ ഞാൻ എപ്പോഴും സ്വതന്ത്രനായിട്ടിരിക്കുന്ന ആളാണെങ്കിൽ ഞാൻ വായ തുറക്കും. അപ്പോൾ പിന്നെ എന്ത് ചെയ്യണം? അസ്വാതന്ത്ര്യം സ്വയം ഏറ്റുവാങ്ങി എവിടേക്കെങ്കിലേക്കും ഇങ്ങനെയുള്ള ട്വിറ്ററോ ഇൻസ്റ്റഗ്രാമോ ഫേസ്ബുക്കോ ഒന്നുമില്ലാത്തൊരു സ്ഥലത്തേക്ക് എന്നേക്കുമായിട്ട് അന്തർധാനം ചെയ്യുക. അപ്പോഴെനിക്ക് 70 വയസ്സാവും കേട്ടോ. 69.5 വയസ്സാകും. ഞാനത് മുൻകൂട്ടി പറഞ്ഞു എന്ന് മാത്രം. ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നിങ്ങളും പ്രാർത്ഥിക്കുക. അതിൻ്റെ ഒരു അപേക്ഷയാണ്. നമസ്കാരം.